നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ്. പുണർദം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഇവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഈ സമയത്തുണ്ടാകുന്ന ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ഈ ഫലങ്ങൾ മൂലം നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് തയ്യാറെടുത്തിരിക്കുവാനും ഭാഗ്യം വരുന്നതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് മാർച്ച് 1-ാം തീയതി മുതലുള്ള ഫലത്തില് നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാലം മുമ്പ് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു മാനഹാനി, ചില ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ശരീരഭാഷയെ വെച്ച് കളിയാക്കുക, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള മാനഹാനികളൊക്കെ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയുന്നതാണ്. ശത്രുശല്യമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ശത്രുക്കളുടെ പതനം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ആരുടെയും പതനം കാണുന്നത് ഭാഗ്യമല്ലെങ്കിലും നമ്മളെ ഒരുപാട് കാലമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആൾ ആരാണെന്ന് പോലും അറിയാതെ നമ്മൾക്ക് വളരെയധികം വിഷമം തന്നിട്ടുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ പതനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു, ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും വളരെ നല്ലൊരു തുടക്കമാണ് മാർച്ച് മാസത്തില് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കടമൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് വീട്ടിയെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. ഒരുപാട് ആശ്വാസം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മേന്മയാണ് കാണുന്നത്. പഠനം മുടങ്ങിപ്പോയവർക്കൊക്കെ പഠനം പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ പോയി പഠനം നടത്തുവാനൊക്കെ അവസരം ലഭിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് വളരെ നേട്ടമുണ്ടാവുന്നുണ്ട്. തൊഴിലൊന്നുമില്ലാതെ തൊഴിലില് ഒരു അസ്ഥിരതയൊക്കെ ഉണ്ടായിരുന്നവർക്ക് തൊഴിലൊക്കെ നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി കിട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് വിഷമതകളൊക്കെ അനുഭവിച്ചിരിക്കുന്നവർക്ക് അതിൽ ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ഭയം, ആദി, ഉത്കണ്ഠ ഇവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ഇല്ലായിരുന്ന ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. വിശ്വാസവഞ്ചന ചെയ്തവരൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നിങ്ങളെ ചതിച്ചവരും ശത്രുതാ മനോഭാവത്തോട് പെരുമാറിയവരുമൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സമ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നിലധികം സ്രോതസ്സിലൂടെ വരുമാനം വരുന്നുണ്ട്. ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് മുന്നേറ്റമാണ് കാണുന്നത്. തകർന്നടിയാൻ പോകുന്ന ബിസിനസ് പോലും ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയൊരു മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാവുന്നതാണ്. എന്തുകൊണ്ടും മനസ്സിന് ഒരു ശാന്തത ലഭിക്കുന്നതാണ് 1-ാം തീയതി മുതലുള്ള ദിവസങ്ങളില്. നിങ്ങൾക്ക് ഹിതമല്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ശാന്തിയും സമാധാനവും എല്ലാം ദാമ്പത്യ ജീവിതത്തിൽ വരുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമില്ലായിരുന്ന ഒരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയവർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു മാസമായിരിക്കും മാർച്ച് മാസം. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാവുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗമൊക്കെ ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ല സമയമാണെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വലിയ വലിയ കോഴ്സുകൾക്കൊക്കെ ചേരുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ഇതുവരെ ജീവിതത്തെ പഴിച്ചിരുന്നവരൊക്കെ ആ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു മാറ്റമാണ് കാണുന്നത്. കാരണം നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത് കൊണ്ടാണ്.
മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാടുണ്ട്. ഇത് പോകാതിരിക്കുവാനായിട്ട് നിങ്ങൾ ഏത് ദൈവത്തിലാണോ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾക്ക് പറയാനുള്ളത്, അന്നദാനം നടത്തുക, വസ്ത്രം ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നടത്തുക. ഒരുപാടൊന്നും ചെയ്യേണ്ട, ഒരാൾക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. പക്ഷെങ്കിൽ അയാള് അതിന് അർഹനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരുന്ന അവസരങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും മുതലാക്കണം. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളെല്ലാം ചെയ്യുക. നമ്മളുടെ കർമ്മഫലം നമ്മൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. കർമ്മം ചെയ്തുകൊണ്ട് ഫലത്തെ ഇച്ഛിക്കുക, തീർച്ചയായിട്ടും ഫലമുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.